ട്രംപിന്റെ പദ്ധതികളൊക്കെ ഇറാൻ പൊളിക്കുകയാണ്. 5 ദിവസം വെടിനിർത്തൽ അല്ലെങ്കിൽ യുദ്ധമൊന്നും നടത്തത്തില്ല എന്ന് പറയുന്ന ട്രംപിനെ പച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഇറാൻ അറിയാം. അതുകൊണ്ട് ഇറാൻ ഉടനെ ഒന്നും യുദ്ധം നിർത്തത്തില്ല, തന്റെ കരുത്തുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. എന്തായാലും ഈ അടുത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചർച്ചാവാദങ്ങളെ തള്ളി ഇറാൻ രംഗത്തെത്തിയതോടെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും: ഇനി യുദ്ധത്തിന്റെ കാഠിന്യം കൂടും എന്നുള്ളത്. അതായത് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്കെതിരായിട്ടുള്ള സൈനിക നടപടികൾ 5 ദിവസത്തേക്ക് നിർത്തിവെച്ചതായിട്ടും ഉന്നത ഇറാൻ നേതൃത്വവുമായിട്ട് ആശയവിനിമയം നടക്കുന്നുണ്ട് എന്നുമുള്ള ട്രംപിന്റെ പ്രഖ്യാപന സമയം നേടാനുള്ള തന്ത്രം മാത്രമാണെന്ന് ഇറാൻ ആരോപിക്കുകയാണ്. സംഘർഷത്തെ തുടർന്ന് കുതിച്ചുയരുന്ന എണ്ണവില നിയന്ത്രിക്കാനും കൂടുതൽ സൈനിക നീക്കങ്ങൾക്കായിട്ട് തയ്യാറെടുക്കാനുമാണ് അമേരിക്ക ഈ ഒരു സമാധാന നാടകം കളിക്കുന്നത് എന്നാണ് മെഹർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്, ഈ മാനിപ്പുലേറ്റിംഗ് കിങ് ഡൊണാൾഡ് ട്രംപ് കള്ളക്കളികൾ അല്ലെങ്കിൽ കള്ള നാടകങ്ങൾ കളിക്കും എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചതും. എന്തായാലും തങ്ങളല്ല യുദ്ധം തുടങ്ങിയത് എന്നും അതിനാൽ സമാധാനത്തിനായുള്ള ഏത് അഭ്യർത്ഥനയും അമേരിക്കയ്ക്കാണ് പോകേണ്ടത് എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ്. യുദ്ധം അവരാണ് തുടങ്ങിയത്, സമാധാനം കൊണ്ടുവരേണ്ടതും അവരാണ്, പക്ഷെ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഇറാൻ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇറാൻ എല്ലാം കണ്ട് മുന്നിട്ട് ഇറങ്ങി രംഗത്ത് നിൽക്കുമ്പോൾ അതിനെതിരെ ഭയക്കുന്ന അമേരിക്കയാണ് കാണാൻ സാധിക്കുന്നത്. അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒരു സമയം വേണം, കാരണം അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മൊത്തത്തിൽ സ്റ്റോക്ക് തീർന്ന ഒരു അവസ്ഥയിലാണ്. സൈനികരില്ല, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നാശനഷ്ടത്തിലേക്ക് പോകുന്ന അമേരിക്കയ്ക്ക് കുറച്ച് സമയമെടുത്ത് എവിടുന്നെങ്കിലും കുറച്ച് സൈനികരെ കൊണ്ടുവരണം, കുറച്ച് പണം വേണം. ഇതിനിടയ്ക്ക് തന്നെ യുദ്ധത്തിനായിട്ട് പണം ആവശ്യപ്പെടുന്ന ഡൊണാൾഡ് ട്രംപിനെ നമ്മൾ കാണുകയുണ്ടായി. അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ പറ്റിയോ അവിടുത്തെ നാശനഷ്ടങ്ങളെ പറ്റിയോ ഒന്നും അമേരിക്കയ്ക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ആശങ്കയോ ഇല്ല. പകരം യുദ്ധം ചെയ്യാനായിട്ട്, ആളുകളെ കൊല്ലാനായിട്ട് പണം കടം വേണം എന്നുള്ള നിലപാടിലേക്ക് അമേരിക്ക മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അമേരിക്ക ഏത് നെറികെട്ട കളിക്കും കൂടെ നിൽക്കും എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. യുദ്ധം ഞങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വീണ്ടും യുദ്ധം തുടങ്ങുന്ന ട്രംപിനെയാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഇപ്പോൾ ഒരു സമയത്തിനായിട്ട് യുദ്ധം അവസാനിപ്പിക്കുകയാണെന്നാണ് പറയുന്നത്. എന്തായാലും അമേരിക്കയുമായിട്ട് നേരിട്ടോ അല്ലാതെ ഒരു ചർച്ചയും നടക്കുന്നില്ല എന്ന് ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഫാസ്റ്റ് ന്യൂസിനോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന ഭീഷണിയിൽ നിന്ന് ട്രംപ് പിന്മാറിയത് ഇറാന്റെ ശക്തമായിട്ടുള്ള തിരിച്ചടി ഭയന്നാണെന്നും അവർ അവകാശപ്പെടുകയാണ്. അത് സത്യം തന്നെയാണ് കേട്ടോ. കാരണം ഈ 4 ആഴ്ച കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു യുദ്ധം തുടങ്ങിയത്. എന്നിട്ട് അവസാനം എത്തിയപ്പോൾ തിരിച്ചടി താങ്ങാനാവാതെ ട്രംപ് ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് പൊള്ളയായിട്ടുള്ള ഒരു വാദം സൃഷ്ടിച്ചെടുത്ത് അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവിടെ കുറച്ച് സമയം കണ്ടെത്തി പുതിയ സൈനികരെ കണ്ടെത്താനും കുറച്ച് സാമ്പത്തികമായിട്ടൊരു മുന്നേറ്റം കൊണ്ടുവരാനും ഈ പറയുന്നത് പോലെ വിലക്കയറ്റത്തിന്മേൽ കുറച്ച് പരിധികളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പെടുന്ന ട്രംപിനെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമീനിയുമായല്ല ചർച്ചയെന്നും എന്നാൽ ഇറാന്റെ നേതൃനിരയിൽ അവശേഷിക്കുന്ന ബഹുമാന്യനായ ഒരു വ്യക്തിയുമായിട്ടാണ് ഫലപ്രദമായ സംഭാഷണം നടന്നു എന്നുമായിരുന്നു ട്രംപിന്റെ വാദം. ഇത് പാടെ കള്ളത്തരമാണ്. ട്രംപ് ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന ഒരു നേതാവ് ആയി മാറുകയാണ്. കാരണം ട്രംപിന്റെ നിലവാരമില്ലാത്ത കാര്യങ്ങൾ ഒരു പ്രാവശ്യം പറയുന്നതല്ല പിന്നീട് പറയുന്നത്, അങ്ങനെ മാറ്റി മാറ്റി പറയുന്ന ഒരു പ്രസിഡന്റ്. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രസിഡന്റ് അമേരിക്കയ്ക്ക് എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. കാരണം അത്രയേറെ കള്ളത്തരങ്ങളും ഈ പറയാത്ത കാര്യങ്ങളൊക്കെയാണ് ട്രംപ് പറഞ്ഞു ഇട്ടിരിക്കുന്നത്. എന്തായാലും 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞ് മുൻ നിലപാടിൽ നിന്നുള്ള അയവാണ് ട്രംപിന്റെ ഈ ഒരു പുതിയ പ്രസ്താവനകളിൽ നിഴലടിക്കുന്നത്. വലിയൊരു വെല്ലുവിളി നടത്തി, പക്ഷെ ആ വെല്ലുവിളി സാധ്യമാക്കുന്നത് എങ്ങനെയാണ്? ഹോർമുസ് കടലിടുക്കിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് അടച്ചിടാനുള്ള ഇറാന്റെ തിരിച്ചുള്ള മറുപടിക്ക് ഈ അമേരിക്ക വീണിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ആ പ്രസ്താവന അങ്ങനെ തന്നെ കിടക്കും. കാരണം അതിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ലോകം മൊത്തം സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് പോകുമെന്നറിയാം. ഇപ്പൊ തന്നെ അമേരിക്കയ്ക്ക് വലിയ പ്രതിസന്ധി നേരിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ 5 ദിവസത്തെ സമയം ഈ ട്രംപ് ചോദിക്കുന്നത്. അല്ലാതെ യുദ്ധം അവസാനിപ്പിച്ച് വേറെ എന്തെങ്കിലും രീതിയിലൊരു നയതന്ത്ര ചർച്ചയ്ക്ക് പോകാനുള്ള പദ്ധതിയൊന്നും എന്തായാലും ട്രംപിനില്ല. ട്രംപ് എങ്ങനെയെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് നുഴഞ്ഞു കയറി അവിടുത്തെ സമ്പത്ത്
സമ്പത്ത് ഫുള്ള്, സ്വന്തം രാജ്യത്തെ സമ്പത്ത് ഫുള്ള് കളഞ്ഞു കുളിച്ച് ഇതൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ട് ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്ന ട്രംപാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതാണ് ട്രംപിന് ഇഷ്ടം. എന്തായാലും കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഇറാന്റെ പരമോന്നത നേതാവിനെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് വധിച്ചതോടെയാണ് പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം ഉടലെടുത്തത്. ഇതിന് പ്രതികാരമായിട്ട് ഇസ്രയേൽ അമേരിക്ക സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ ആഗോള ഊർജ്ജ വിപണിയെയും സാമ്പത്തിക സ്ഥിരതയും സ്ഥിരമായിട്ട് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മേഖലയിലെ ഇതര രാജ്യങ്ങൾ സമാധാന ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് എങ്കിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണ് ഇറാൻ ഇപ്പോഴും തുടരുന്നത്. കാരണം ഇറാന്റെ പ്രതികാര പക എന്ന് പറയുന്നത് അത്രയേറെയുണ്ട്. അവരുടെ ഓരോ ചോരയ്ക്കും അവർ എണ്ണി എണ്ണി ചോദിക്കുമെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ എപ്പോഴാണ് യുദ്ധം അവസാനിപ്പിക്കുക എന്നത് നോക്കിയിരുന്ന് കാണേണ്ടി വരും. ഇതെല്ലാം നടക്കുമ്പോഴും അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിന്റെ ഇടയിൽ ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ വ്യോമാക്രമണം നടത്തി ഇസ്രയേൽ. നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഭരണകൂട കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ പ്രതിരോധ സേന ആക്രമണം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവന നടത്തി നിമിഷങ്ങൾക്കകമാണ് ഇസ്രയേലിന്റെ ഈ ഒരു അപ്രതീക്ഷിത സൈനിക നീക്കം ഉണ്ടായത്. കാരണം ഏകപക്ഷീയമായിട്ടാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചു, 5 ദിവസത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞത്. അതിനിടയിൽ കൂടിയാണ് ഇസ്രയേൽ ഈ ഒരു നീക്കം നടത്തിയത്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഇറാൻ വെറുതെ ഇരിക്കുമോ? ഈ ഇസ്രയേൽ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് അത് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിരിക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഇസ്രയേൽ ഒരു ആക്രമണം നടത്തിയ ഈ പറയുന്ന ഇറാൻ ഇസ്രയേലിലേക്കോ അമേരിക്കയിലേക്കും തിരിച്ച് അടിക്കും. അത് നമ്മൾ ഇത്രയും നാൾ കണ്ടൊരു കാര്യമാണ്. ഇനി ടെഹ്റാനിലെ വിവിധയിടങ്ങളിൽ വൻ സ്ഫോടനങ്ങൾ ഉണ്ടായതായിട്ടും നിരവധി കെട്ടിടങ്ങൾ തകർന്നതായിട്ടും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്രമണത്തിൽ ഒരു പാർപ്പിട സമുച്ചയം തകരുകയും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ കുട്ടികൾക്കായിട്ട് തിരച്ചിൽ തുടരുകയാണെന്ന് ഇറാനിയൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കാര്യം സംഭവിച്ച സ്ഥിതിക്ക് യുദ്ധം എന്തായാലും 5 ദിവസത്തേക്കൊന്നും ഒരു നിർത്തിവെക്കുന്ന സമീപനമൊന്നും ഇനി നോക്കണ്ട. കാരണം ഇറാന്റെ ഭാഗത്തുനിന്ന് വലിയ തിരിച്ചടി ഇസ്രയേലിലേക്കും അമേരിക്കയ്ക്കും ഇതിനോടകം തന്നെ ഉണ്ടാകുന്നതായിരിക്കും. അമേരിക്കയുമായിട്ട് യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ല എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതിന് പിന്നാലെ ഈ ഒരു യുദ്ധം നടക്കുന്നത് വലിയ രീതിയിലുള്ള വെല്ലുവിളികൾക്ക് കാരണമാകും. അത് വലിയ ആശങ്കയിലേക്ക് രാജ്യങ്ങളെ കൊണ്ടുപോകും. എന്തായാലും സമാധാന ചർച്ചകളെ കുറിച്ചുള്ള ട്രംപിന്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ഇറാൻ അമേരിക്കയുമായിട്ട് ആശയവിനിമയം നടത്തുന്നില്ല എന്നും ആവർത്തിച്ച് പറഞ്ഞു. ഇനി ഒരു ചർച്ചയ്ക്ക് അവരില്ല. കാരണം അവരുടെ തലവന്മാരെ കൊന്നു, അവരുടെ കുഞ്ഞുങ്ങളെ കൊന്നു. അപ്പൊ ഇത്രയേറെ അതിക്രമങ്ങൾ കാണിച്ചിട്ട് അവരോട് ക്ഷമിച്ച് ഒരു ചർച്ചയ്ക്ക് ഇരിക്കാനുള്ള ഒരു അവസ്ഥയൊന്നും ഇപ്പം ഇറാനെ സംബന്ധിച്ചില്ല. ഇറാന്റെ രാജ്യം, ആ രക്തസാക്ഷികൾക്ക് പകരം വീട്ടുക, ആ രാജ്യം പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഇനി ഇറാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകളിൽ ഇനി ഇറാൻ ആവർത്തിക്കില്ല, അല്ലെങ്കിൽ ഇറാൻ വരില്ല എന്നത് നേരത്തെ തൊട്ട് പറയുന്ന കാര്യമാണ്. ഇനി ഈ ഇറാന്റെ ഹോർമുസ് കടലിടുക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ഇറാൻ നടത്തുന്ന പദ്ധതികളും അമേരിക്ക ആശങ്കയിലാക്കുന്നുണ്ട്. ഭൂമിയിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള 33 കിലോമീറ്റർ, അതാണ് ഹോർമുസ് കടലിടുക്ക്. ലോകത്തിന്റെ ധമനികളിലൂടെ ഒഴുകുന്ന രക്തം പോലെ ആഗോള ഊർജ്ജ വിപണിയുടെ 4/1 ഈ ഒരു ഇടുങ്ങിയ പാതയിലൂടെയാണ് പ്രവഹിക്കുന്നത്. ഇവിടെ ഒരു കപ്പൽ തടയപ്പെട്ടാൽ ജപ്പാൻ മുതൽ അമേരിക്ക വരെ ഇരുട്ടിലാകും, അതിൽ സംശയമില്ല. വിപണികൾ തകർന്നടിയും. ലോകശക്തികൾ തങ്ങളുടെ കൂറ്റൻ പടക്കപ്പലുകളുമായിട്ട് ഈ ഒരു കടലിടുക്കിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് വെറുതെയല്ല. പക്ഷേ ഈ കടൽ പരപ്പിലെ ഈ ഒരു ഉരുക്കുകോട്ടകളെ വെല്ലുവിളിക്കാൻ ഇറാന് ഒരു ഭീമൻ കപ്പലുകളുടെ ആവശ്യമില്ല എന്നത് നമ്മൾ ഇതിലൂടെ തന്നെ കണ്ടതാണ്. ഈ സാമ്രാജ്യത്വ ശക്തികളുടെ അഹങ്കാരത്തിന് തടയിടാൻ ഇറാൻ ഒരുക്കിയിരിക്കുന്നത് ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അദൃശ്യമായിട്ടുള്ള പ്രതിരോധവും കൂടിയുണ്ട്. ശത്രുവിന്റെ റഡാറുകളിൽ തെളിയുന്ന വിമാനവാഹിനി കപ്പലുകളല്ല ഈ ഒരു പോരാട്ടത്തിലെ യഥാർത്ഥ നായകർ എന്ന് പറയുന്നത്. മറിച്ച് കടലിലെ അടിത്തട്ടിലെ ഇരുട്ടിൽ പേർഷ്യൻ കടലിടുക്കിന്റെ ഓരോ സ്പന്ദനവും അറിഞ്ഞ് പതിഞ്ഞിരിക്കുന്ന ഇറാന്റെ മിഡ്ജെറ്റ് അന്തർവാഹിനികളാണ്. ഈ ആധുനിക സാങ്കേതികൾക്കും ചാരക്കണ്ണുകൾക്കും കൊടുക്കാത്ത ഈ ഒരു നിശബ്ദ പോരാളികൾ ഇറാന്റെ മണ്ണിലേക്ക് കണ്ണെറിയുന്ന ഏതൊരു ശക്തിക്കും മാരകമായിട്ടുള്ള തിരിച്ചടി നൽകാൻ സജ്ജമാണ്. അതായത് ഇറാൻ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇനി ഈ ഇറാന്റെ തന്ത്രത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്നത് ഗാദിർ ഗ്ലാസ് മിഡ്ജ് അന്തർവാഹിനികളാണ്. വെറും 29 മീറ്റർ നീളവും 120 മുതൽ 150 ടൺ ഭാരവുമുള്ള ഈ ഒരു സബ് മൈനറുകൾ പരമ്പരാഗത അന്തർവാഹിനികളുടെ 10 1 വലിപ്പം മാത്രമുള്ളവയാണ്. എന്നാൽ ഈ ഒരു ചെറിയ വലിപ്പം തന്നെയാണ്
തന്നെയാണ് ഇവയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. പറഞ്ഞു വരുന്നത് ഈ പറയുന്നത് പോലെ ഹോർമുസ് കടലിടുക്കിലെ ഈ ഇറാന്റെ നയതന്ത്രങ്ങളെയും അവരുടെ അദൃശ്യ ശക്തികളെ കുറിച്ചാണ്. ഈ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നുണ്ടല്ലോ 5 ദിവസത്തേന് യുദ്ധം നടത്തി സൈനികരെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ നാടകമൊക്കെ കളിക്കുന്നുണ്ടല്ലോ. പക്ഷേ മറുവശത്ത് ഈ പറയുന്ന ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സൂക്ഷിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇറാന്റെ ശക്തി എന്ന് പറയുന്നത് അദൃശ്യ ശക്തി എന്ന് പറയുന്നതാണ് ഞാൻ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എന്തായാലും പേർഷ്യൻ ഗൾഫിലെ ആഴം കുറഞ്ഞതും ശബ്ദം നിറഞ്ഞതുമായിട്ടുള്ള കടൽ പരിസരത്തിൽ പ്രവർത്തിക്കാൻ പ്രത്യേകമായിട്ട് രൂപകൽപ്പന ചെയ്തതാണിവ. ഈ ആധുനിക സോണാർ സംവിധാനങ്ങൾക്ക് പോലും കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളവയാണ്. വലിയ ആണവ സബ് മൈനറുകൾക്ക് ആവശ്യമായിട്ടുള്ള ആഴമില്ലാത്ത പ്രദേശങ്ങളിലും കടൽ തീരത്ത് അടിഭാഗത്തിരുന്ന് ലക്ഷങ്ങൾ കാത്തിരിക്കാൻ കഴിയുന്ന ഇവ യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റുന്ന ഒരു തന്ത്രമാണ് അവതരിപ്പിക്കുന്നത്. എന്തായാലും ഈ ഒരു അന്തർവാഹിനികളുടെ യഥാർത്ഥ ശക്തി അവയുടെ ആയുധശേഷിയിൽ പ്രകടമാകുന്നുണ്ട്. 350 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ഒരു സൂപ്പർ കോവ് റേറ്റിംഗ് ടോപ്പിറോഡുകൾ ഉപയോഗിച്ചതാണ് തങ്ങളുടെ പ്രതികരണ സമയത്തെ തന്നെ ഇല്ലാതാക്കുന്ന ആക്രമണങ്ങൾ നടത്താൻ കഴിയുമെന്ന് പറയുന്നത്. കൂടാതെ ജാക്സ് 2 പോലെയുള്ള ക്രൂയിസ് മിസൈലുകൾ വെള്ളത്തിനടിയിൽ നിന്ന് തന്നെ വിക്ഷേപിക്കാൻ കഴിയുന്നതോടെ 300 കിലോമീറ്റർ വരെ വ്യാപിപ്പിക്കുന്ന ആക്രമണ പരിധി ഇറാന്റെ കൈവശം ഉണ്ട്. ഇത് അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇനിയും സൈനികരെ വേണം അല്ലെങ്കിൽ ഇനിയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതും ഇനി വേണം എന്നൊക്കെ പറഞ്ഞ് ഈ 5 ദിവസത്തെ സമയം ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം ചോദിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാന്റെ ഈ പറയുന്നത് പോലുള്ള തന്ത്ര പരിപാടികൾ എന്ന് പറയുന്നത് ചെറുതല്ല. അവർക്ക് വലിയ രീതിയിലുള്ള ആയുധ ശേഖരണങ്ങളുണ്ട്. അതുപോലെ തന്നെ അവരുടെ കരുത്ത് എന്ന് പറയുന്നതും ഇത് വലിയൊരു രീതിയിലേക്ക് പോവുകയാണ്. ഓരോ സമയത്തും വളരെ നിർണായകമായിട്ട് പദ്ധതികളിട്ടാണ് അവർ ആ ഒരു ആക്രമണം നടത്തുന്നത്. ആ ഒരു ആക്രമണത്തിൽ നിന്ന് പിന്മാറണമെങ്കിൽ ഈ പറയുന്നത് പോലെ ഇറാന്റെ ഉപാധികൾക്ക് അവർ ശരി പറയണം. ആ ഒരു ശരി പറയാത്ത പക്ഷം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ ആക്രമണം ഉണ്ടാകും. അത് ഈ പറയുന്നത് പോലെ തന്നെ അമേരിക്കയും ഇസ്രായേലിനെയും വല്ലാതെ ഇരുട്ടിലേക്ക് എന്നതിൽ സംശയമില്ല. പശ്ചിമേഷ്യ ആകെ ഇരുട്ട് മൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും അത് വലിയ രീതിയിൽ ബാധിക്കും. ലോകമെമ്പാടും ഒരു സ്തംഭനാവസ്ഥയിലേക്ക് പോകും. പക്ഷെ അത്തരത്തിൽ പോകാതിരിക്കാൻ ഈ അമേരിക്കയും ഇസ്രായേലും ഈ ഇറാൻ പറയുന്ന കാര്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ അത്തരം പ്രശ്നങ്ങളിലേക്ക് പോകാതെ ലോകത്തിന് ഒരു വലിയ സമാധാനം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്.